കൂടുതലും ലേഡീസിനാണ് AMT കൂടുതൽ എടുക്കണത്. നല്ലതാണ്. അത് വൺ ഓഫ് എ കൈൻഡ് ഓഫ് ട്രിപ്പ് അമ്മ തൊട്ട് ഓക്കെ ഉള്ളു. അതുകൊണ്ട് നമ്മുടെ മൈൻഡുള്ള പോലെ ഇത് ഒഴിച്ചു പോണെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല. ഇവരുടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നേക്കണത് ഇന്നത്തെ നമ്മുടെ യൂസർ റിവ്യൂ ആയിട്ട് വന്നത് നമ്മുടെ ഈ വാഗണർ ആയിട്ടാണ് വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഇത് 2012 മോഡല് K സീരീസ് വരുന്ന ഒരു എഞ്ചിൻ കൂടി ആയിട്ടുള്ള ഒരു വാഗണറാണ് ഇത്. ഈ വണ്ടിയുടെ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാനുവൽ അല്ല, ഇത് AMT വരുന്ന ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ AMT ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ടാവും. ഏറ്റവും ഫസ്റ്റ് AMT ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഗ് ഉണ്ടാവില്ലേ എന്നാണ് ഒരുവിധം എല്ലാവരും മാരുതിയുടെ AMT യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ AMT എന്ന് പറയുമ്പോൾ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതലും പറഞ്ഞു തരുന്ന കാര്യം ലാഗും കാര്യങ്ങളൊക്കെയാണ് പറയാം. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വാഗണറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോ ഇവനാണ് എന്റെ ഫ്രണ്ടാണ്. അപ്പോ ജസ്റ്റ് ഇവനെ സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്റെ പേര് ജസൻ ജോസ്. ഞാന് പഞ്ചാബിലാണ് ബിടെക് പഠിക്കുക, സെക്കൻഡ് ഇയർ CSE ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിൽ. വെക്കേഷൻ ആയപ്പോ വന്നതാണ്. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം. അപ്പോ നമുക്ക് ഈ നേരെ നമ്മുടെ ഡയറക്റ്റ് യൂസർ റിവ്യൂ കിടക്കാം. അപ്പൊ ചേട്ടാ, അപ്പൊ നമ്മള് നേരെ നമ്മുടെ യൂസർ റിവ്യൂക്ക് കിടക്കാണ്. അപ്പോ ഏറ്റവും ഫസ്റ്റ് തന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഞാനാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മൾ കുറെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. കുറെ വണ്ടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഗിയർ ബോക്സുള്ള വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് CVT ഓടിച്ചിട്ടുണ്ട്, ടോർക്ക് കൺവെർട്ടർ ഓടിച്ചിട്ടുണ്ട്, DSG ഓടിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ AMT ആകെ എന്റെ ഇതില് ആ ഒരു വട്ട 2 വട്ടങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും അത്ര അധികം ദൂരം ഒന്നും പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിയിടുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അത്രയ്ക്ക് ദൂരം ഞാൻ AMT എന്താ പറയാ യൂസ് ചെയ്തിട്ടുള്ളൂ, ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഈ AMT കുറിച്ചിട്ടൊക്കെ നമ്മുടെ പിള്ളേരുടെ ഇടയിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയും AMT ഭയങ്കര ലാഗാടാ, ഇത് വേണ്ടടാ എന്നൊക്കെ പറയാറുള്ളൂ. അപ്പൊ ഞാനാണെങ്കിലും പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല വണ്ടി. അപ്പൊ ബാക്കിയുള്ള എല്ലാ ഗിയർ ബോക്സുകളൊക്കെ ഉള്ള വണ്ടികളൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ CVT ആണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ട് DSG ഗിയർ ബോക്സ് ആണ് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. അപ്പൊ DSG ഇതും വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇത് ഞാൻ ഇതുവരെ അധികം ഓടിച്ചിട്ടുള്ള അത്ര എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോ ഈവൻ യൂസർ എന്ന നിലയിൽ ഇവൻ ഇപ്പൊ 2012 എടുത്ത വണ്ടിയാണത്. അപ്പോ ഇത്രയും കൊല്ലങ്ങള് വണ്ടി ഇത്രയും കൊല്ലം യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതും AMT ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോ AMT യൂസ് ചെയ്ത ഒരാൾക്ക് പല കാര്യങ്ങളും പറയാണ്ടാവും, പല രീതിയിലും. അതായത് ഇപ്പൊ എന്താ പറയാ ഒരു ലാഗ് അല്ലെങ്കിൽ ആ ഗിയർ ബോക്സിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ടാവും. അപ്പൊ നമ്മളെല്ലാ രീതിയിലും നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യം ഈ വണ്ടി എന്തുകൊണ്ട് ചൂസ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പൊ നമ്മൾ ഈ വട്ടം ആ കാര്യങ്ങൾ ചോദിക്കണേ ഡയറക്റ്റ് നമ്മൾ AMT എടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടാണ് അവനടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ പോണത്. അതായത് ലാഗും കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്ന് എന്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് തന്നെ. അപ്പോ നമ്മുടെ വാഗണർ AMT ഓട്ടോമാറ്റിക് ആണെന്ന് അറിയാലോ. അപ്പോ ഇത് AMT ഗിയർ ബോക്സ് എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കുമ്പോൾ മീൻസ് AMT എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ വണ്ടി എടുക്കുന്നത് തന്നെ ചേച്ചിക്ക് വേണ്ടിയാണ്. ആൾക്ക് ലൈസൻസ് കിട്ടി, അപ്പം തന്നെ പപ്പ വണ്ടി എടുക്കുക. പപ്പയ്ക്ക് ഒബ്വിയസ്ലി പപ്പയ്ക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് വാഗണർ പണ്ട് മുതലേ വാഗണർ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വാഗണർ എടുക്കുക ഫ്രഷ് ആയിട്ട് തന്നെ. അപ്പൊ AMT ആകുമ്പോ പിന്നെ വലിയ പണിയൊന്നുമില്ല. ലേഡീസിനാണ് AMT എടുക്കുന്നത്. നല്ലതാണ്, മൈലേജും ഉണ്ടാവും, പിന്നെ വലിയ ഫ്രസ്ട്രേഷൻ ഒന്നും ഇല്ലാണ്ട് കൂളായിട്ട് ഓടിച്ചു പോവാം. മറ്റേ ഇപ്പൊ ലേഡീസിനാകുമ്പോ മീൻസ് ഗിയറിലാകുമ്പോ മാനുവലാകുമ്പോ ഗിയർ ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര വിഷയമാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോ ഈ ഇതൊന്നും സീനില്ല, നമുക്ക് അവർക്ക് ഇതാണല്ലോ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അത്ര വലിയ ഇതൊന്നുമില്ല. കൂടുതൽ ഇപ്പൊ കുറേ കൊണ്ടാണ് AMT കണ്ടാണ് ഞാൻ ഗേൾസും അവരൊക്കെയാണ്, അല്ലെങ്കിൽ ഫാമിലി ഓറിയന്റഡ് അവർക്കൊക്കെയാണ് കൂടുതൽ ഞാൻ കണ്ടായത് എടുക്കണതൊക്കെ. അപ്പൊ അങ്ങനെ പിന്നെ ഈ AMT തന്നെ നമ്മുടെ വേണമെങ്കിൽ
ഇങ്ങനെ പാഡൽ ഷിഫ്റ്റ് ഒക്കെ ഇല്ല, അതുപോലെ തന്നെ ഇങ്ങനെ തട്ടി തട്ടി വിടാനും പറ്റും. നമുക്ക് മാനുവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഗിയർ മാറ്റേണ്ട സമയമാകുമ്പോ മാറ്റി മാറ്റി വിട്ടാൽ മതി. ലാഗും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ലേശം കുറയും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് കൂട്ടാ കുറയ്ക്കുക. അങ്ങനെ ആകുമ്പോ പെട്ടെന്ന് കയറി പോവാം. മറ്റേതാകുമ്പോ ഭയങ്കര മറ്റേ രീതിയിൽ ഓടിക്കുമ്പോ ലാഗ് പെട്ടെന്ന് നമുക്കിപ്പോ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇപ്പോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് നമ്മള് ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെ വെച്ചേക്കാണല്ലോ. പിന്നെ ഒരു ഇതിലാണ് ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ഗിയർ മാറും. അപ്പൊ ഇപ്പൊ നമ്മള് പെട്ടെന്നൊരു എന്താ പറയാ, ഇപ്പൊ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചിട്ട് നമ്മള് പെട്ടെന്ന് കൊടുക്കുമ്പോ ചിലപ്പോ അത് കയറി പെട്ടെന്ന് കിക്ക് ആയിട്ട് കയറി പോകണമെന്നില്ല. ഒന്ന് പങ്ങി അല്ലെങ്കിൽ ഒന്ന് ഇതായിട്ട് പിന്നെ വീണ്ടും ഡൗൺ ആയി പിന്നെ അപ്പൊ പെട്ടെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോ നമുക്ക് എന്താ പറയാ ഓവർടേക്ക് ഇത് പോകാനായിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ മറ്റേ അല്ലെങ്കിൽ പിന്നെ മാനുവൽ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഗിയർ മാറ്റിട്ട് അങ്ങനെ ആകുമ്പോ വലിയ സീൻ തോന്നുന്നില്ല. അപ്പൊ അതിലൊന്നും അങ്ങനെ ഇപ്പൊ മാനുവലി നമ്മൾ യൂസ് ചെയ്യുമ്പോ എന്താ പറയാ ലാഗ് കാര്യങ്ങൾ അങ്ങനെ ഒന്നും കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. മറ്റേതിൽ ഓടിക്കുമ്പോ ലാഗ് തോന്നാറുണ്ട് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഈ ഓവർടേക്ക് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ. പിന്നെ നമ്മള് ഫാമിലി ആയിട്ട് പോകുമ്പോ മേലെ പോയി കഴിഞ്ഞാൽ മകനെ അങ്ങനെ പറഞ്ഞു അവിടെ നമ്മൾ എന്തായാലും പതുക്കെ ഹൈവേയിലൊക്കെ പോകാനായിട്ട് ബെസ്റ്റ് ആണ്. ഒരു ബോധടിയില്ല, ലൈക്ക് കൈൻഡ് ഓഫ് ബോധടിയുണ്ട്, ഒന്നും മാറ്റാനൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് പോവാം. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവര് അങ്ങനെ അതിൽ ഡെയിലി യൂസ് ചെയ്ത് MT-യിൽ അവരങ്ങനെ ഓക്കെ ആയ ആൾക്കാരുണ്ട്. അപ്പൊ അത് ഓക്കെയാണ്, ആ ലാഗും അല്ലെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ അവര് സെറ്റ് ആയി. അങ്ങനെ ചിലവരുണ്ട് അന്ന് അതായിട്ട് പൊരുത്തപ്പെട്ട് പോയി എന്ന് പറഞ്ഞ് ഓക്കെയാണ്, വിഷയമില്ല. പിന്നെ ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടാവും, MT അല്ലേ നീ ഓടിച്ചത്, അപ്പൊ നിനക്ക് മാനുവൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. ഇതിപ്പോ എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ഞാൻ വേറെ ഏസും അതൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു വർക്കിനൊക്കെ പോകുമ്പോ. പിന്നെ ഫ്രണ്ട്സിന്റെ വണ്ടി തന്നെ എറ്റിയോസ്, KUV അതൊക്കെ ഓടിക്കുമ്പോ ഒരു കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ കേപ്പബിലിറ്റി പോലെ ഇരിക്കും. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് ഇപ്പൊ ലേഡീസ് അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ ഇത് ഓടിച്ചിട്ട് പാനലിക്ക് സ്വിച്ച് ചെയ്യുമ്പോ പ്രശ്നങ്ങളുണ്ടാവും, ഗിയർ ഡൗൺ ചെയ്യണതിന്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണല്ലോ അവര് നമ്മൾ ഓട്ടോമാറ്റിക് അവർക്ക് വേണ്ടി എടുത്തേക്കണത്. ഇപ്പൊ കൂടുതലും ഇപ്പൊ എന്താ പറയാ ഫാമിലിയുള്ള ഇപ്പൊ ഗേൾസിനാണെങ്കിലും വൈഫിനാണെങ്കിലും ഇപ്പൊ അങ്ങനത്തെ ചേച്ചി അനിയറ്റവർക്കൊക്കെ എല്ലാവരും ഓട്ടോമാറ്റിക് സെലക്ട് ചെയ്യാം. അത് നല്ല കാരണം അവർക്ക് അത്ര വലിയ എന്താ പറയാ ഭയങ്കര ടെൻഷനൊന്നും ഇല്ല, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ആക്സിലും ബ്രേക്കും. പിന്നെ ഈ വണ്ടികളിലൊക്കെ ബ്രേക്കിംഗ് ഭയങ്കര ഷാർപ്പായിരിക്കും, നല്ല ഷാർപ്പായിരിക്കും. ഇത് തുടക്കത്തിലൊക്കെ ഞാൻ തന്നെ തുടക്കത്തിൽ എടുത്തു തുടങ്ങുമ്പോ നല്ല ബ്രേക്കിംഗ് ആയിരിക്കും. നമ്മ ഈ സാധാ വണ്ടികളില് ഗിയറുള്ള വണ്ടികളിൽ ഉപയോഗിക്കണ പോലെയല്ല. ഇനി ബ്രേക്ക് എന്ന് പറയുന്നത് തന്നെയാണ് ക്ലച്ച് എന്നുള്ള രീതിയിൽ. അപ്പൊ ബ്രേക്ക് നല്ല ഷാർപ്പായിരിക്കും, പെട്ടെന്ന് പോയിട്ട്. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റം പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഇതിപ്പോ ഓടിക്കാൻ കൊടുക്കുമ്പോ അവരോട് പറയണ്ട ബ്രേക്ക് ഭയങ്കര ഇഷ്യൂ ആണ്. ഇതിപ്പോ പെട്ടെന്ന് പിടിച്ച് പെട്ടെന്ന് ഇഷ്യൂ. ഇതിപ്പോ വേറെ മാനുവൽ ഓടിച്ച സെക്കൻഡ് പെട്ടെന്ന് ഓട്ടോയിൽ വരുമ്പോ ഭയങ്കര ഇഷ്യൂ. ഒരു പെട്ടെന്ന് നമ്മ രണ്ടു കാലം ഉപയോഗിക്കില്ല മാനുവലില്, ഒറ്റ കാലം വെച്ചു. അപ്പൊ നമ്മ പെട്ടെന്ന് ക്ലച്ച് പിടിക്കണേ ബ്രേക്ക് പിടിക്കും. അപ്പൊ വണ്ടി നിക്കും, പെട്ടെന്ന് ഒരു ഇത് വന്ന് സഡൻ ആയിട്ട് നിൽക്കും ചെയ്യും. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. അത് പിന്നെ അത് ഓവർ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോ ഇത് ഓടിച്ചിട്ട് വേറെ പ്രശ്നം ഉണ്ടാവില്ല. ഗേൾസ് മാത്രമാണ് ചിലവർക്കൊക്കെ, അതും ചിലവർക്ക് അത് പിന്നെ എല്ലാവരും കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാവരും എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങിയല്ലോ. മാനുവലാണെങ്കിലും ഇപ്പൊ വരാൻ പോയല്ലോ എല്ലാം ഓട്ടോമാറ്റിക്. ഒരു ഓട്ടോമാറ്റിക്കിന്റെ കാലമാണല്ലോ മാനുവൽ. ഇപ്പൊ ഭയങ്കര ഇതല്ലേ എടുക്കണതൊക്കെ. പിന്നെ അത്രയ്ക്ക് മാനുവലോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് മാനുവൽ ചൂസ് ചെയ്യണത്. എന്റെ ഒരു കൂട്ടുകാരുണ്ട് ഇപ്പൊ BMW എടുത്തിട്ട് അത് ട്രാൻസ്മിഷൻ മാറ്റി മാനുവലിലേക്കും പോവാൻ. ഇവിടെ അല്ല, അത് കാനഡയിലാണ്. അങ്ങനെ ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ എത്ര വലിയ ഇതാണെങ്കിലും ഭയങ്കര സംഭവം ഇത് കിട്ടുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ടാവും. അവര് പിന്നെ എത്ര ഇതാണെങ്കിലും മാനുവൽ തന്നെ അവര് എടുക്കുള്ളൂ. ഇനിയിപ്പോ പറഞ്ഞിപ്പോ എല്ലാവരും എല്ലാ വണ്ടിയാണെങ്കിലും ഇപ്പൊ കൂടുതൽ ഓട്ടോമാറ്റിക് ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും. എത്ര കിട്ടണോ മൈലേജ് ഒക്കെ? 18 ഒക്കെ കിട്ടും. 18 കിട്ടും. ഇപ്പോ നമ്മള് കൊടുക്കണ പോലെ ഇരിക്കും. അതിപ്പോ അങ്ങനെ എല്ലാ വണ്ടിയാണല്ലോ പൊളിച്ച് ഓടിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മൈലേജ് നമുക്ക് കിട്ടുള്ളൂ. ഇത് ഞാനിപ്പോ എന്റെ ഏറ്റവും ഞാൻ നിർത്താണ്ട് അങ്ങനെ പോയിക്കുന്നത് പാലക്ക് ഒരു വട്ടം അങ്ങനെ നിർത്താണ്ട് പോയിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ പോയി അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പോയിട്ട് ഒരു കുഴപ്പമില്ല. അത് അപ്പൊ ഓടിക്കുമ്പോ എങ്ങനെയായിരുന്നു? നമ്മള് മാനുവൽ ഇട്ടിട്ടാണ് ഓടിക്കേണ്ടായിരുന്നത് അതോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാം? റണ്ണിങ്ങിന്റെ ഇടയിൽ നമുക്ക് മാറ്റാൻ പറ്റും. ചില സമയത്ത് ബോറിംഗ് ആകുമ്പോ പെട്ടെന്ന് ഒരു ഗെയിമിംഗ് ആവാനായിട്ട് മാനുവൽ ഇടും. ശരിയാ. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ നമുക്ക് ബോറിംഗ് ആവും.
ഇതുള്ള കാരണം കുഴപ്പമില്ല, കുറച്ചും കൂടി ഒരു ഫണ്ണായിട്ട് ഓടിച്ചു പോവാം. അല്ലെങ്കിൽ ഇത് മാത്രമല്ല, ഇപ്പൊ മറ്റേ നമ്മുടെ റൊണാൾഡോന്റെ കിഡിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുവലിക്ക് ഉള്ളതില്ല, ആകെ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല, ആ ഒരു ഇത് മാത്രം കീപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുമ്പോ നമുക്ക് മാനുവലായിട്ട് ഓടിക്കാം എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് വെച്ചാൽ ഇപ്പൊ നമുക്ക് കുറച്ച് മറ്റേ രീതിയിൽ ഓടിക്കുകയാണെങ്കിലും കുറച്ച് ലാഗ് വന്നാലും മാനുവലി കിട്ടാൻ കുറച്ച് ഓക്കെ, കുറച്ച് സമാധാനം, കുറച്ച് ഇങ്ങനെ പോവാലോ എന്നൊരു തോന്നുന്നുണ്ട്. മറ്റേ ആ വണ്ടിക്കാണെങ്കിൽ നമ്മൾ വിട്ടുപോയി, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൽ തന്നെ പോകണം. അപ്പൊ അതെന്ന് പറയുമ്പോ അതിനേക്കാളും ബെറ്റർ ആണ് ഇങ്ങനത്തെ നമ്മുടെ മാരുതി മാനുവലി ഒരു കൊടുക്കണ്ടല്ലോ, അതിന് വലിയൊരു ഉപകാരം. അപ്പൊ പിന്നെ ഈ ലാഗും അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്യൂ തോന്നുന്നവർക്ക്, അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം അങ്ങനെ ഫേസിനോടൊക്കെ മാനുവലി യൂസ് ചെയ്യുന്നവർക്കൊക്കെ പറയാനായിട്ട് കുഴപ്പമില്ല. അത് മാനുവലിയിൽ ഇടുമ്പോൾ ഞങ്ങൾക്ക് വലിയ സീനില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം എന്റെ ഫ്രണ്ട് സ്വിഫ്റ്റ് എടുത്തിട്ടുണ്ട്, അവനാണെങ്കിലും പറയാറുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലടാ, അത് മാനുവലി ഇട്ട് ഓടിക്കുമ്പോൾ വലിയ സീൻ തോന്നുന്നില്ല. പിന്നെ അവൻ അതിപ്പോ ആ ഒരു ഗിയർ ബോക്സും ആ ഒരു ഇതും ലാഗും ആ ഒരു ഇതൊക്കെ ആയിട്ട് അവൻ പൊരുത്തപ്പെട്ടു. അപ്പൊ ഇപ്പൊ വലിയ സീനൊന്നും ഇല്ലടാ, നോക്കിയാടാ. പിന്നെ നമ്മൾ ഞാൻ പറയുന്നത്, പിന്നെ നമ്മള് ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ ഓവർടേക്ക് ചെയ്യണ കേസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ പറയുന്നത് എടാ, നമ്മള് പോകുമ്പോ നമ്മളൊന്ന് പ്ലാൻ ചെയ്യണമെന്ന്. അതായത് ഇപ്പൊ മറ്റേതുപോലെ പെട്ടെന്ന് കയറി പോവില്ലല്ലോ, അപ്പൊ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ. അപ്പൊ അവര് അങ്ങനെ അതനുസരിച്ച് വേണം നമ്മളൊന്ന് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് വേണം പോകണം. മാറ്റിയിട്ട് നമ്മ ഈ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തിട്ട് വിട്ടിട്ട് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺ ആവും, എന്നാലാണ് അത് മറ്റു വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് കൂടെ കയറി പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് ഒന്ന് സെറ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് അങ്ങനെ. അപ്പോ ഇതിപ്പോ നമ്മളിപ്പോ 2018 വണ്ടി എടുത്താണ്. ഇപ്പൊ പപ്പ ചൂസ് ചെയ്തിട്ടാണ്, വേറെ വണ്ടി ഒന്നും നോക്കിയില്ല സമയത്ത് എടുത്തു. എന്നിട്ടിപ്പോ ഫുൾ ഓപ്ഷൻ പറയുമ്പോ ZXi VXi അല്ല, ഫുൾ ഓപ്ഷൻ ZXi വരണം. ഇത് VXi കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ZXi. അതിന്റെ മിഡിലുള്ളതാണ് വരുന്നത് VXi. കുഴപ്പമില്ല. പിന്നെ പറഞ്ഞാ ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടും 53,000. അപ്പൊ ഏറ്റവും കൂടുതൽ വണ്ടി എടുത്ത് ലോങ് പോയിരിക്കണത് പാലക്ക പോയി. പിന്നെ പാലക്കാട് പോവാ, അങ്ങനെ പാലക്കാട് എറണാകുളം അതൊക്കെ എങ്ങനെ മാസങ്ങളിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഇല്ല, അപ്പൊ വണ്ടിക്ക് ഇപ്പൊ ഓട്ടം കുറവാണ്. ഇതിപ്പം ഞാനിപ്പോ പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ ചേച്ചിയാണെങ്കിൽ ബാംഗ്ലൂരാണ്, അപ്പൊ പിന്നെ വണ്ടി എടുക്കലൊക്കെ കുറവാണ്. പിന്നെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിടാണ്, അല്ലെങ്കിൽ അവര് എങ്ങനെയും എടുത്ത് കറങ്ങി വണ്ടി ഇങ്ങനെ വെറുതെ കിടക്കണ ഇങ്ങനെ എടുക്കുമ്പോഴാണ് വണ്ടിക്ക് പ്രശ്നം തന്നെയാണ്. പോവാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ബ്രേക്ക് ജാമായി നിൽക്കുക, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുള്ളൂ. ബാറ്ററി ഇടയ്ക്ക് അത് ഇപ്പൊ മാറ്റി 2 വട്ടം അങ്ങനെ മാറ്റി ബാറ്ററിയില്. ഈ അടുത്ത് പുതിയ ഇപ്പൊ സർവീസും കാര്യങ്ങളൊക്കെ ഞാന് ബിആർഡിയിലായിരുന്നു. പിന്നെ ബിആർഡിയില് നമുക്ക് സർവീസ് അങ്ങനെ പിടിക്കേണ്ട സായിലേക്ക് മാറി. അപ്പൊ സായിലാണ് ലാസ്റ്റ് 3 years അല്ലെങ്കിൽ 4 years ആയിട്ട് അവിടെ കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട്. എന്തെങ്കിലും സർവീസ് ഇപ്പൊ നമുക്കിപ്പോ മാരുതിയുടെ സർവീസും മെയിൻ്റെനൻസും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. അപ്പൊ എങ്ങനെ സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട് ഏകദേശം, റേറ്റും കാര്യങ്ങളൊക്കെ? 4,500 അത്ര വരുന്നുള്ളൂ. ലാസ്റ്റ് സർവീസിൽ അതും ഓർക്കണില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വട്ടം. ആ ഒരു പിന്നെ വല്ല അഡീഷണൽ വേണ്ടി വരികയാണെങ്കിൽ മാത്രമാണ് പൈസ. എന്നാലും നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം പറ്റണ ഒരു ഇതാണ്. പിന്നെ എന്തെങ്കിലും മേജർ ആയിട്ട് എന്തെങ്കിലും കംപ്ലൈൻസ് അങ്ങനെ എന്തെങ്കിലും ഇത്ര കൊല്ലം എടുത്തിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഹെഡ്ലൈറ്റ് അങ്ങനെ അത് വാട്ടർ വെള്ളം കയറിയിട്ടൊക്കെ. പിന്നെ വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോ ഇവരിങ്ങനെ വാഷ് ചെയ്യുമ്പോൾ നന്നായി അടിക്കും, പ്രഷർ ഇട്ട് നന്നായി ഹെഡ്ലൈറ്റിന്റെ അവിടെ ഇങ്ങനെ അടിക്കും. അങ്ങനെ അടിച്ചടിച്ച് അത് പോയതാണ്. അത് എന്തായാലും മാറേണ്ടി വരുന്നല്ലേ? അത് മാറും. ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലീൻ ചെയ്യാൻ കൊടുത്തപ്പോ അത് ഒന്നും മാറിയില്ലായിരുന്നു. പിന്നെ വീണ്ടും അങ്ങനെ മാറേണ്ടി വരും. അപ്പൊ എന്തായാലും എവിടെയെങ്കിലും ചെറിയ ക്രാക്ക് ഉണ്ടാവും, അപ്പൊ അതിലൂടെ വെള്ളം ഇത് കയറുണ്ടാവും. എന്തായാലും ഇത് മാറാണ്ട് വേറെ വഴി ഉണ്ടാവില്ല. പിന്നെ വാഗണർ എന്ന് പറയുന്നത് തന്നെ നല്ല ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പോ ഞങ്ങള് ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലും മുന്നേ എന്റെ വണ്ടി എടുക്കുക, അങ്ങനെ എടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല വൈബാണ്. പിന്നെ മൈലേജ് ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി പാലക്കുഴി പോയിണ്ടായിരുന്നു ഈ വണ്ടി തന്നെ. ആ കയറ്റം അതൊക്കെ ഇപ്പൊ ഈ നല്ല ഈ കയറ്റത്തൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ? അത് മാനേജിട്ട് കയറി പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഓട്ടോയിലും പോവും. പക്ഷെ അതൊരു ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാവും. മാനേജിട്ട് പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ പോണം.
ഒരു ഫ്ലോ ഇങ്ങനെ പിടിച്ച് അങ്ങനെ പോകണം. അതിന്റെ ഇടയിൽ അങ്ങനെ ബ്രേക്ക് ഇങ്ങനെ വന്ന് പിന്നെ പിന്നെ പെട്ടെന്ന് നിന്ന് എടുക്കാൻ പറയുമ്പോ കുറച്ച് പണിയോ നിന്ന് പിന്നെ കറങ്ങി ഇഷ്യൂസ് ഒക്കെ. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി സേഫ് പറയുകയാണെങ്കിൽ കയറ്റത്തൊക്കെ എടുക്കുകയാണെങ്കിൽ മാനുവൽ ഇട്ടിട്ട് എടുക്കാന്നല്ലോ പോവാ, അതാ നല്ലത്. അങ്ങനെ ഇതുവരെയായിട്ട് വണ്ടി എടുത്തിട്ട് വല്ല എത്ര കൊല്ലമായില്ല അതിനുള്ളിൽ വല്ല ബ്രേക്ക് ഡൗൺ ആവേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ബ്രേക്ക് ഡൗൺ ലൈക്ക് ഐ സെഡ്, വണ്ടി എടുത്ത സമയത്ത് നമുക്ക് ഇതിനെ കുറിച്ച് അങ്ങനെ ടെക്നോളജി ഒന്നും അറിയില്ല. നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ഒബ്വിയസ്ലി എല്ലാവർക്കും ഭയങ്കര സംശയമായിരിക്കും. ഓട്ടോമാറ്റിക് അങ്ങനെ ഉണ്ട്, വാഗണർ ഓട്ടോമാറ്റിക് ഉണ്ട്. ശരിയാണ്. ആ സമയത്തൊക്കെ കാരണം അതങ്ങനെ ദൈവം വരണല്ലോ, പലർക്കും അറിയില്ല, എല്ലാവരും മാനുവൽ അല്ല കണ്ട. എന്നിട്ട് നമ്മ വണ്ടി ഇങ്ങനെ കയറ്റത്ത് ഇങ്ങനെ കയറ്റി ഇങ്ങനെ നിർത്തായിരുന്നു. അപ്പൊ ഇങ്ങനെ കയറ്റത്ത് ഇങ്ങനെ നിക്ക ബ്ലോക്കാ, അപ്പൊ കയറ്റത്ത് ഇങ്ങനെ നിക്ക. അപ്പൊ ആക്സിൽ ഇങ്ങനെ കൊടുത്ത്, പിന്നെ ആക്സിൽ കൊടുത്ത് കരിഞ്ഞ് ക്ലച്ച് കരിഞ്ഞ്. അപ്പൊ ട്രാൻസ്മിഷന്റെ ഇഷ്യൂസ് വന്നു. അപ്പൊ വണ്ടി കുറച്ച് നിർത്തിയിടാൻ പറഞ്ഞു. അപ്പൊ സൈറൻ അടിച്ചപ്പോ വണ്ടി നിർത്തിയിട്ട് 1 മണിക്കൂർ 5 മിനിറ്റ് എടുത്ത് കൂൾ ഡൗൺ ആയിട്ടാണ് പിന്നെ എടുത്തത്. അതിങ്ങനെ എത്ര ലോഡ് ചെയ്ത് പിടിച്ചായിരുന്നു? അത് നമ്മ തുടങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് ചേച്ചിയാണ് അടിക്കേണ്ടത്. അപ്പൊ സ്റ്റാർട്ടിങ് സ്മെല്ലും ആ ഒരു സംഭവമൊക്കെ വന്നപ്പോ പിന്നെ നമുക്ക് ആ ഒരു ഏത് മനസ്സിലായപ്പോ അതിലേക്ക്. പിന്നെ കൂട്ടുകാരനെ ഈ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് 2 years ബാക്ക്. ഞാൻ അങ്ങനെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. നമ്മള് ഒരു മാനുവൽ ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ ഇത് ഓക്കെയാണ്, ഓടിക്കാൻ കുഴപ്പമുണ്ടാവില്ല. പെട്ടെന്ന് ഒരാൾ പുറത്തുനിന്ന് വന്നിട്ട് അവരോട് പറയണം, മാനുവൽ ഇങ്ങനെ പറയണം, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെയാണ് ബ്രേക്ക് ഔട്ടിട്ട് വേണം, ന്യൂട്രലും മോഡൊക്കെ മാറ്റണമെങ്കിൽ ബ്രേക്ക് ഔട്ടിട്ട് വേണം. ബ്രേക്ക് ഒക്കെ നല്ല ബ്രേക്കാണ്, ആക്സിലും അതേപോലെ മറ്റേ ഒരു ഇതിൽ വെച്ചിട്ട് പിടിക്കേണ്ട ആവശ്യം. അപ്പൊ അത് പക്ഷെ ഇത് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആണല്ലോ, അപ്പൊ പെട്ടെന്ന് ക്വിക്കായിട്ട് ഭയങ്കര നമ്മള് ചവിട്ടുമ്പോഴും പെട്ടെന്ന് വന്നിട്ട് ഇത് മറ്റേത് അങ്ങനെയല്ല. ഒരു മയത്തിലൊക്കെ ഇതാണ് ഈ വണ്ടി ഓഫ് ആവൂല. അതാണെങ്കിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അപ്പൊ ഇനി ഒന്നും കാട്ടി കാര്യമില്ല. ഇതാണ് ഈ വണ്ടി ഓഫ് ആവില്ല. അതുകൊണ്ട് തന്നെ ഗേൾസിനാണെങ്കിലും കൂടുതലും ഇതാ വെച്ചാൽ വണ്ടി ഓഫ് ആവുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. അപ്പോ കയറ്റം കയറുമ്പോ നമ്മളപ്പോ മാനുവൽ ഇട്ട് കയറണമെന്നാണ് കുറച്ചുകൂടി സേഫ്. അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാര് ലോഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ എല്ലാവരുമായിട്ടാണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കയറില്ലേ, ഭയങ്കര ലാഗ് ആവുന്നില്ലേ. പിന്നെ നമ്മളിപ്പോ നീ വണ്ടി മേടിച്ചല്ലോ, അതായത് ഷോറൂം ആ ടൈമിൽ മേടിക്കുന്ന ആ ഒരു സമയത്ത് അഡീഷണൽ ആയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫിറ്റ്മെന്റ് അല്ലെങ്കിൽ സർവീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടിയില്? അവരെന്നെ അവിടെ നിന്ന് ഷോറൂമിൽ തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവരായിട്ട് തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഫ്ലോർ മാറ്റ് അതും അടിച്ചെന്ന്. പിന്നെ സീറ്റ് കവർ ഞാനിപ്പം ചെയ്തതാണ്, റെക്സിന് അടിച്ച് ബ്ലാക്ക്. കാരണം ബീച്ച് കളർ അത് ഫുള്ള് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വരും. അപ്പോ അത് മാറ്റാന്ന് വെച്ചാൽ ഇപ്പൊ ഇത് നല്ല സുഖമുണ്ട്. ബ്ലാക്ക് ആയിട്ട് പിന്നെ പെട്ടെന്ന് ചെളിയാവൂല. മറ്റേ കയ്യിൽ തൊടുമ്പിക്കും ചെളിയും കാര്യങ്ങളൊക്കെ ആവും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആകുമ്പോ പിന്നെ വേറെ ഇഷ്യൂ എന്ന് വെച്ചാൽ ചൂടടിക്കുന്നുണ്ട്. പക്ഷെ മറ്റേ ക്ലീനിങ് അല്ലെങ്കിൽ മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഇതായി അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ഈ അത് പക്ഷെ നമ്മൾ പുറത്തൊന്നല്ല ചെയ്തത്, വേറെ സീറ്റിന്റെ കമ്പനി വഴി വേറെ ഒന്നും പിന്നെ ചെയ്തിട്ടൊന്നുമില്ല. മാറ്റും കാര്യങ്ങളും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് പിന്നെ ഓൾറെഡി വരണതാണല്ലോ. പിന്നെ നമ്മള് VXi ആണ് ഇതിൽ വരണത്. നേരത്തെ നമ്മൾ തെറ്റി പറഞ്ഞാണ്. ആ സമയത്ത് VXi ഇതാണ് ടോപ്പിന്റെ നിൽക്കണത്. നമ്മൾ ZXi നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് തെറ്റിയതാട്ടോ അതില്. പിന്നെ സീറ്റ് ഇപ്പൊ ആ സമയത്ത് അടിച്ചാണോ? അതിപ്പോ ഞാൻ ഇപ്പൊ അടിച്ചത് റീസെന്റ്. ഇപ്പൊ എത്ര വന്നു സീറ്റ് അടിക്കാനായിട്ട്? ഇതിന്റെ എത്ര കോസ്റ്റ് ഏകദേശം? അത് കറക്റ്റ് അല്ലെങ്കിലും ഒരു ഏകദേശം 5-ന് താഴേക്ക്. അപ്പൊ അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ അടുത്ത് ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ വണ്ടിയും കൊണ്ട് നീ ഇപ്പൊ കുറെ ലോങ്ങും കുറെ പോയിണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നല്ല എന്തെങ്കിലും മെമ്മറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ ഉണ്ട് അല്ലെ? എന്തെങ്കിലും ഏറ്റവും കുറെ നമുക്ക് പറയാൻ സമയമില്ലെങ്കിലും അല്ല ഏറ്റവും നമുക്ക് ഏറ്റവും ഇതുള്ള ഒരു കാര്യം പറഞ്ഞു. ഞാന് ഫാമിലി ആയിട്ട് തന്നെയാണ് പാലക്കാട് പോയത്. അത് വൺ ഓഫ് എ കൈൻഡ് ഓഫ് ട്രിപ്പ് തന്നെയായിരുന്നു. ആ അമ്മ തൊട്ടപ്പോൾ തന്നെ. അപ്പം നമ്മൾ പോകുമ്പോ തന്നെ ഞാൻ മകനായിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോ അമ്മ സൈഡിൽ വണ്ടി ഓഫ് ആവണേയില്ല. അപ്പൊ ഈ കേറ്റൊക്കെയാണ്, പാലയം ഇങ്ങനെ പോകുമ്പോ കേറ്റൊക്കെ ഫ്രണ്ടിലാണെങ്കിൽ ഫുള്ള് ഇരുട്ട്, കോട. മറ്റേ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ ആ സമയങ്ങളിലൊക്കെ ഒരു 10 വട്ടം അല്ലെങ്കിൽ അതിന് കൂടുതൽ ഓഫ് ആയിട്ട് പോകും. നൈറ്റ് ഒക്കെ പോകുമ്പോ ഈ ബസ്സുകളൊക്കെ പോകുമ്പോ ഈ ഊട്ടുവഴികളൊക്കെ എടുത്തിട്ടല്ലേ പോവാ, മാപ്പ് ഇട്ട് പോയി. അപ്പം അവര് ഇതുവഴി തന്നെ എടുക്കുമ്പോ പെട്ടെന്നൊക്കെ കേറി പോണം. അപ്പം കേറ്റൊക്കെ ആകുമ്പോ ഇവര് നിർത്തുമ്പോ നമുക്കൊരു കുഴപ്പമില്ല, വണ്ടി ഓഫ് ആവില്ല. അതൊരു വലിയ നമുക്കൊരു ധൈര്യമാണ്.
വലിയ കുഴപ്പമില്ല, ഓഫ് ആവും. മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിന്നെ ആ സമയം എന്ന് പറഞ്ഞാൽ ഓടിച്ച് തുടങ്ങണ സമയമൊക്കെയാണല്ലോ. അപ്പൊ മറ്റേ മാനുവലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ചെറിയ നമ്മുടെ മൈൻഡിൽ ഇതുണ്ടാവും, ഇങ്ങനെ ഓഫായി പോകുമോ അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് ഉണ്ടാവും. ഇത് പറയുമ്പോൾ ടെൻഷൻ, ക്ലച്ച് ഇങ്ങനെ താങ്ങേണ്ടത്. ഇപ്പൊ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ഓഫ് ആവില്ല എന്ന് നമുക്ക് ഷുവറാണ്. പിന്നെ നമുക്ക് ഇത് ഭയങ്കര ധൈര്യത്തിൽ തന്നെ കയറി പോവുകയും ചെയ്യാം. അഥവാ ഓഫ് ആവുണ്ടെങ്കിൽ വണ്ടിക്ക് ഓട്ടോമാറ്റിക് ഒരിക്കലും ഓഫ് ആവില്ല വണ്ടി. നമുക്കപ്പോ അങ്ങനെ ഒരു ഇതില് കോൺഫിഡൻസിൽ കയറി പോകാനൊക്കെ പറ്റും. പിന്നെ വണ്ടി മേടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറി അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടല അങ്ങനെ എന്തെങ്കിലും അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ബമ്പർ സ്ക്രാച്ച് ഒക്കെ അങ്ങനെ വന്നപ്പോ പിന്നെ അങ്ങനെ നിന്ന്. പിന്നെ വണ്ടി എന്റെ വീട്ടിലേക്ക് അങ്ങനെ കയറ്റിടാൻ ലേശം ടാസ്ക് ആയിരുന്നു പണ്ട്. അപ്പം ഒരു ഭിത്തി ഒരു ലൈസ് മതിൽ ഇങ്ങനെ അടിച്ച് ബമ്പറിന്റെ ആ സൈഡിൽ നിന്ന് പോയി ഫോഗ് ലാമ്പ് പോയില്ല, ആ ഒരു ഭാഗം ഇങ്ങനെ അടിച്ച് സ്ക്രാച്ച് ആയപ്പോ പിന്നെ കുറെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നപ്പോ എടുത്ത സമയത്ത് അപ്പോ അത് പോയി. അങ്ങനെ ജസ്റ്റ് അതായത് അതായിരുന്നു നിനക്ക് മറക്കാൻ പറ്റാത്തൊരു മെമ്മറീസും. പിന്നെ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുമ്പോ നന്നായിട്ട് ആഞ്ഞു പിടിക്കുക ഉള്ള കുഞ്ഞു വഴികളൊക്കെ. പിന്നെ നമുക്കൊരു ചെറിയൊരു ഇതാണല്ലോ, നമുക്ക് എങ്ങനെയാണെങ്കിലും എല്ലാ ഇതിന്റെ ഉള്ളിലൂടെ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യാം. ടെൻഷനോ അങ്ങനെ ബ്ലോക്കൊന്നും പ്രശ്നമില്ല. അപ്പോ അങ്ങനത്തൊക്കെയാണ് നല്ലൊരു മെമ്മറീസും കാര്യങ്ങളൊക്കെ. ഡിക്കി വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലമുണ്ട്, ബൂട്ട് സ്പേസ് ആണെങ്കിലും കുറെ ഉണ്ടല്ലോ അല്ലേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിനക്കിപ്പോ നീ ഒരു വണ്ടി ഇപ്പൊ ഇത്ര നാൾ യൂസ് ചെയ്തല്ലോ, ഇപ്പൊ ഇത്ര കൊല്ലം ഉപയോഗിച്ചു, ഇപ്പൊ 53 കിലോമീറ്റർ സംതിങ് അല്ല നിൽക്കണത്. അപ്പോ നമ്മളിപ്പോഴും എല്ലാ യൂസർ റിവ്യൂലും ചോദിക്കണ ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പോഴും ചോദിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ നിനക്കിപ്പോ ഇനി അടുത്തൊരാള് ഇങ്ങനെ ഒരു വണ്ടി, അതായത് ഒരാള് ഫാമിലി അല്ലെങ്കിൽ ആരാണെങ്കിലും ഇങ്ങനെ ഒരു കാർ എടുക്കാൻ നിൽക്കുന്ന പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ AMT എടുക്കാൻ നിൽക്കുന്നതായിരിക്കും, AMT എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ നീ അവർക്ക് കൊടുക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു നിന്റെ ഒപ്പീനിയൻ എന്തായിരിക്കും? ഞാൻ എടുക്കാനേ പറയുള്ളൂ, കുഴപ്പമില്ല, ചെലവില്ല, പിന്നെ കോസ്റ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ചെയ്യും, ഓഫ് ആവില്ല വണ്ടി. അത് നല്ലൊരു സംഭവമാണ്. ഓട്ടോമാറ്റിക് ആയ കാരണം ഓഫ് ആവില്ല, ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ഇതിപ്പോ എന്റെ വണ്ടിയിൽ ഇങ്ങനെ മാനുവൽ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്കി ഈ ക്യൂട്ടിലൊക്കെ പറഞ്ഞ പോലെ ഇല്ല, പക്ഷെ എന്റെ വണ്ടിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രശ്നമില്ല. എനിക്കും ഈ ഓട്ടോമാറ്റിക് എടുത്തതിന്റെ പേരിലൊരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ബെസ്റ്റ് വണ്ടി കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും സജഷൻ കൊടുക്കുന്നു അവർക്ക്, പറയുള്ളൂ. ഒബ്വിയസ്ലി ഞാൻ അത് പറയും, എടുത്തു ഒരു കുഴപ്പമില്ല. കാരണം നമുക്കിപ്പോ ഈ മോഡൽ ഇപ്പൊ എന്തായാലും നമുക്ക് പ്രഷർ കിട്ടില്ലല്ലോ. വാഗണർ സെക്കൻഡ്സ് എടുക്കാൻ നല്ല കുഴപ്പമില്ല, നല്ല ഒരു കുഴപ്പമില്ലാത്തൊരു ഫണ്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ കുഴപ്പമില്ലാണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതേ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ലോ കോസ്റ്റിലൊക്കെ കൊണ്ട് നടക്കുകയും ചെയ്യാം. പിന്നെ അതുപോലെ ഇപ്പൊ വണ്ടിയിലെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ അടിക്കട്ടൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എനിക്ക്? ഇല്ല. പിന്നെ ആ ഒരു ഇഷ്യൂ ഫ്രണ്ടിന് മാത്രമാണ് നല്ല നീട്ടം, ബാക്ക് ഒന്നും ഇല്ല, ഹാച്ച് ബാക്ക് ഇല്ല. അപ്പം ഫ്രണ്ടിന് ഇന്നലെ ഒരു കുഴി ഹമ്പ് പോലെ ഇങ്ങനെ ചാടിയപ്പോ ഫ്രണ്ട് ഒന്ന് വെറുതെ ഒന്ന് ഇവിടെ തട്ടിയെങ്കിലും. പിന്നെ നമ്മ റിവേഴ്സിറ്റിന്ന് കേറുമ്പോ അടി ചില സൈലൻസിന്റെ ഭാഗത്തേക്ക് പറയണ്ടാവും അടിഭാഗം, മെയിൻലി ഈ സൈഡ് അവിടെയൊക്കെ നന്നായി സീനാവാറുണ്ട്. അത് കാരണം ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല സോപ്പോ, പക്ഷെ അതൊക്കെയാണ് സ്ഥലം പോലെ ഇരിക്കും. അപ്പൊ ചേട്ടാ, അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഒരു ലുക്കും. വണ്ടി ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിന്റെ വ്യൂവും കാര്യങ്ങളും സൈഡ് വ്യൂവും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും ഒരുപാട് കണ്ടും എല്ലാവരും കയറിയിട്ടും ഒരുപാട് യൂസ് ചെയ്ത വണ്ടിയാണ്. പ്രത്യേകം ഇപ്പൊ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കാറുണ്ടല്ലോ, അതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്നിങ്ങനെ കാണിക്കുകയാണ് ജസ്റ്റ് വണ്ടിയുടെ. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ സീറ്റ് കവർ അടിച്ചെന്ന് പറഞ്ഞല്ലോ, അപ്പൊ സീറ്റ് കവർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാട്ടോ അടിച്ച സീറ്റ് കവറും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു കളറിലായിരുന്നു നമ്മുടെ ഇത് വരണ്ടായിരുന്നത്, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറ്റ് വരണ്ടായിരുന്നത്. എന്നിട്ട് നമ്മള് അവനത് ബ്ലാക്കിലേക്ക് മാറ്റിയേക്കാണ്. അപ്പോൾ അറിയാലോ, വൈറ്റ് ആകുമ്പോൾ ഭയങ്കര ഒരു ഇഷ്യൂ ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ, പെട്ടെന്ന് ചെളിയാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഈ ബ്ലാക്ക് നമ്മൾ സീറ്റ് ആക്കിയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇതാണ് സീറ്റിന്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഞാൻ ബാക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചെറിയ ചെളിയൊക്കെ കേട്ടോ, പെട്ടെന്ന് എടുത്ത ഒരു ഇതായതുകൊണ്ടാണ് വാഷ് ചെയ്യാനൊന്നും കറക്റ്റ് പറ്റിയിട്ടില്ല. അതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഓവറോൾ വണ്ടിയുടെ സൈഡും ബാക്കും ഒക്കെ വരണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലൊരു കുറെ ആൾക്കാർക്ക് അറിയായിരിക്കും, എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം കാണിച്ചു തരാം. ഇതിങ്ങനെ ഇപ്പൊ കുറെ ആൾക്കാർ ചിലപ്പോൾ ഇതിൽ പറയാണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ എന്ന്, പക്ഷെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ അറിയാത്തുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതിൽ തന്നെ ഒരു സ്പേസ്, നമുക്ക് ഒരു സീക്രട്ട് സ്പേസ് പോലെ ഒരു സംഭവം ഉണ്ട് ഇതിനുള്ളിൽ.
ഇങ്ങനെ ബാസ്കറ്റ് നമുക്ക് കിട്ടും. ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതെടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിനുള്ളിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പക്ഷെ ഇത് കുറച്ച് ചിലവർക്ക് കുറച്ച് പേർക്ക് അറിയും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിട്ട് മാത്രം കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഈ ടൈപ്പ് വാഗനറിൽ ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അറിയാത്തവർക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആവും സംഭവം. അപ്പൊ അതാണ് സംഭവം. അപ്പോ നമ്മളിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ ആസ് നമ്മളെല്ലാ ഇതിലും പറയുന്ന പോലെ നമുക്ക് ഇനി ഡ്രൈവ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പൊ നമ്മൾ വണ്ടിയുടെ ഉള്ളിലേക്ക് വന്നേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നമുക്ക് ഈ വണ്ടിയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഗിയർ ബോക്സിനാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് AMT ആണ്. അപ്പോൾ ഇതിലെ AMT ഇതാണ് നമ്മുടെ വേറെ ഗിയർ ബോക്സ്. അപ്പൊ ഇതിൽ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഇതിന്റെ മാനുവലിക്ക്. അതിപ്പോ കുറെ പേർക്ക് അറിയാം, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാത്തവർക്കൊന്ന് വേണ്ടിയിട്ടാണ് AMT മാനുവൽ മോഡൽ ഇടുന്നത്. അതൊന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ഒന്ന് കാണിച്ചു കൊടുത്തോ. ഇതിപ്പോ ന്യൂട്രൽ നമ്മള് ബ്രേക്ക് ചവിട്ടിയിട്ട് വേണം നമ്മൾ ഏത് മോഡ് ചെയ്യാനായിട്ട്. ഇതിപ്പോ ന്യൂട്രൽ, ഇതിപ്പോ ഡ്രൈവ് മോഡ്. എന്നിട്ട് മാനുവൽ ഇടണമെങ്കിൽ ഇങ്ങോട്ട് തട്ടിയാൽ മതി. അതിപ്പോ നമുക്ക് റണ്ണിങ്ങിന്റെ ഇടയിൽ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇങ്ങനെ കൂട്ടുക, ഇങ്ങനെ കുറയ്ക്കുക, പ്ലസ് മൈനസും. അതായത് സാധാരണ നമ്മള് ഗിയർ നമ്മള് മറ്റേ മാനുവൽ കൊണ്ട് പിടിക്കുന്ന പോലെ ഡൗൺ ചെയ്യാത്രേ. ഇതില് പിന്നെ ഡൗൺ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഡൗൺ ആയിക്കോളൂ. അത് പിന്നെ അത് നമുക്ക് പേടിക്കണ്ട. ആകെ നമ്മള് പ്ലസ് അതായത് അത് മാത്രം ചെയ്താൽ മതി. അപ്പൊ ന്യൂട്രായി. അപ്പൊ നമ്മളേക്ക് ഡ്രൈവ് പോകാം. ഓക്കെ, എന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇങ്ങനത്തെ AMT ഞാൻ പറഞ്ഞില്ല, ഓടിച്ചത് ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത് കുറച്ച് DSG ആണ് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയും നമ്മൾ വർക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു ഗിയർ ബോക്സ് ആണ് ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത്. DSG ആണെങ്കിലും പിന്നെ ടോർക്ക് കൺവേർട്ടർ, പിന്നെ CVT കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ. പിന്നെ അതിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളതാണ് DSGയും പിന്നെ നമ്മുടെ ടോർക്ക് കൺവേർട്ടറും. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിയർ ബോക്സും DSG തന്നെയാണ്. അപ്പൊ നമുക്ക് മാരുതി ഇത് ഓടിക്കൽ ഭയങ്കര റയറാണ്. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ടൈം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഇപ്പോഴാണ് എടുക്കാൻ പോണത്. അപ്പൊ ഞാൻ എന്നിട്ട് കുറച്ച് ഡ്രൈവ് പോകണ്ടല്ലോ. അപ്പൊ ഞാനും പറയാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഓടിച്ചിട്ട് ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഓക്കെ. നമുക്കപ്പോ ഉറച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇത് ഓടിച്ചു പോയവർക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് സെറ്റാവും. മറ്റേ വണ്ടി ഇപ്പൊ വേറെ ഗിയർ ബോക്സ് ഓടിച്ച്, അതായത് ഇപ്പൊ ഒരു ഇങ്ങനത്തെ CVT അല്ലെങ്കിൽ DSG അല്ലെങ്കിൽ ടോർക്ക് കൺവേർട്ടർ ഒക്കെ ഓടിച്ച് അങ്ങനത്തെവർക്കൊക്കെ ചിലപ്പോ ഇത് അങ്ങോട്ട് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. കാരണം അവർക്ക് ഇത് പറ്റുന്നില്ല. കാരണം ആ ഗിയർ ബോക്സും ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഇത് എന്റെ ഭയങ്കര ഡിഫറെന്റ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര പവറും ഇതൊക്കെ തരണം. DSG നമുക്ക് ഒരിക്കലും AMT കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേ അതും കുറഞ്ഞ പവർ മാത്രം തന്നെ അത്ര നല്ല ഗിയർ ബോക്സുകളാണ്. അപ്പൊ ഞാനിപ്പോ ഇപ്പോഴാണ് ഓടിക്കണത്. ഇത്രയും കുറച്ചേരം ഓടിക്കണം. അപ്പൊ ഇത്ര ശരിക്കും നമുക്ക് കുറച്ചേരം കിലോമീറ്റേഴ്സ് ഓടിച്ചാലാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇത്ര ഓടിച്ചിട്ട് എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഇതിൽ നിന്ന് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞ ബ്ലൂടൂത്ത് ഇല്ല. ആ സമയത്തും ബ്ലൂടൂത്ത് ആമസോണിൽ നിന്ന് വേറെ വാങ്ങിച്ച് വെച്ചാണ് ഈ സംഭവം. ഇതൊക്കെ നമുക്ക് മേടിച്ചപ്പോൾ ഇതിന്റെ സ്റ്റീരിയോ നൈസാണ്. നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ട്യൂൺ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സാധനം കിട്ടി കഴിഞ്ഞാൽ നൈസാണ് പാട്ടുകൾ. ഇടിയും ബാസൊക്കെ ഓക്കെ. ഡോർ പാഡിലാണ് അതിന്റേതായ ഒരു ഇഷ്യൂസ് ഉണ്ടാവും, പക്ഷെ ഉള്ളതില് നൈസാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന്ന് ഇങ്ങനെ മാറി വേറെ വെക്കാനായിട്ടൊരു ഇതുണ്ട്. മാറ്റണമെന്നുണ്ടെന്നല്ലേ? മാറ്റണമെന്നുണ്ട് നമ്മുടെ അതായത് മറ്റേ മോഡല് വെക്കാൻ വേണ്ടി സ്റ്റീരിയോ ക്യാമറ മോഡ് ആക്കാനായിട്ടല്ല. അത് പണ്ട് തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മാറ്റാൻ. ഇതിന്റെ ക്വാളിറ്റി പോയി എനിക്ക് ഇതേ ഫീൽ തന്നെ കിട്ടുമോ ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് മാറ്റുകയില്ലേ? അപ്പൊ അത് ഇങ്ങനെ ഡൗട്ടായിട്ട് നിക്കണേ, മാറ്റണോ വേണ്ടയോ എന്നുള്ളൊരു. ഫസ്റ്റ് ജനറേഷൻ കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ഇത്ര ഓടിച്ചിട്ട് ഇത്ര കുറച്ച് കിലോമീറ്റർ ഓടിച്ചിട്ട് നമുക്ക് ഇതിനെ എന്താ പറയാ, ഇതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. കുറച്ചധികം കിലോമീറ്റേഴ്സ് ഓടിച്ചാലാണ് നമുക്കിതൊന്ന് ഇത് കിട്ടുള്ളൂ, എന്താണ് ഫീലും കാര്യങ്ങളൊക്കെ പറയാം. ഇത് കുഴപ്പമില്ല വെച്ചാൽ അത് ഓടിച്ചവര് അങ്ങനെ ഓക്കെ ആവും. ഫീൽ ചെയ്യും, നമ്മളറിയും.
മറ്റേന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒന്നും നമ്മൾ അറിയില്ല, പെട്ടെന്ന് ഇങ്ങനെ മാറിപ്പോകും ഗിയർ ബോക്സ് ഒക്കെ. മറ്റേ വണ്ടികളൊക്കെ മറ്റേ ഗിയർ ബോക്സ് മറ്റേതെന്ന് പറഞ്ഞ ടോർക്ക് കൺവെർട്ടർ DC അങ്ങനത്തൊക്കെ ആണല്ലോ വരുന്നത്, DC-T അതൊക്കെയാണ്. അപ്പൊ അതൊക്കെ അത്ര നല്ല ഇതാണ്. അത് ഇതെന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ കമ്പയർ വരും. കാരണം ആ വണ്ടി വേറെ ഈ വണ്ടി വേറെ, വണ്ടി രണ്ട് കാറ്റഗറീസ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ ഇതിനെ വെച്ച് താഴ്ത്താനും പറ്റില്ല എന്ന്. അതിന്റേതായിട്ടുള്ള ഇത് തരുന്നുണ്ട് നമുക്ക് ഈ വണ്ടി. ഒരു ഓവർടേക്ക് കുഴപ്പമില്ല പറയാൻ എനിക്ക് പറ്റുള്ളൂ. കാരണം അത് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. കാരണം വെച്ചാൽ നമ്മൾ അങ്ങനെ ആ ഒരു ഗിയർ ബോക്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാൾക്കാണ് വെച്ചത് ഓക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പെട്ടെന്ന് മറ്റേ വന്നിട്ട് പെട്ടെന്ന് ഓടിക്കുമ്പോ പിന്നെ ആ സമയത്ത് ഇങ്ങനെ വലിയ വരുമ്പോൾ ആക്സിൽ ഒന്ന് വിടാം, എന്നിട്ട് വീണ്ടും കൊടുക്കണം, വീണ്ടും കൊടുക്കണം. അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ട് പറഞ്ഞല്ലോ, ഒന്ന് പ്ലാൻ ചെയ്തൊന്ന് ഓവർടേക്ക് ചെയ്യണം, അതുപോലെ ചെയ്യണം. അതിപ്പോ നേരത്തെ തന്നെ ഇപ്പൊ അതൊരു ചെറിയൊരു ഓവർടേക്ക് ആണ്, എന്നാൽ പോലും നമുക്ക് പെട്ടെന്നാണ് കയറിയില്ല. പിന്നെ വീണ്ടും നന്നായിട്ട് ഒന്ന് പുഷ് ചെയ്തപ്പോഴാണ് കൊടുത്തപ്പോഴാണ് നമുക്കൊന്ന് ഒന്നുകൂടി കയറി പോയത്. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്, ഒന്ന് പ്ലാൻ ചെയ്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്, കുഴപ്പമില്ല. അതായത് നമ്മൾ ഇതായിട്ട് പൊരുത്തുവിട്ട് പോകണം, എന്നാലേ ഓക്കെ ഉള്ളു. അതുകൊണ്ട് നമ്മുടെ മൈൻഡുള്ള പോലെ ഇത് ഒഴിച്ചു പോകണം പറഞ്ഞാൽ അങ്ങനെ നടക്കില്ല. ഇവരുതായിട്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് അത് ഓക്കെ ആയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ലോസി. പിന്നെ മാനുവലിട്ട് നമുക്കിപ്പോ ഇതില് മാനുവലായി ഇനിയിപ്പോ 4 നമുക്ക് 5 സ്പീഡ് ആണല്ലോ വരുന്നത്. അത് മാറാം. ഞാൻ അതില് ടോപ്പ് ഒരു 140 അടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതില് പിന്നെ മൈനസ് ഇല്ലാത്ത കാരണം അത് പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളൂല്ലോ. മാറ്റിയില്ലല്ലോ. മറ്റേന്ന് പറയുമ്പോ നമ്മള് അതില് ഓട്ടോമാറ്റിക് മറ്റേ നമ്മള് മാനുവലിൽ തന്നെ മൈനസിലേക്ക് പോകണം, എന്നിട്ടാണ് അത് വരണം. ഇതില് അതില്ല, ഓക്കെ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഓട്ടോമാറ്റിക്കലായിക്കോളും. ഞാൻ പിന്നെ എന്റെ കൂട്ടുകാരന്റെ ഒരു സോനറ്റ് ഉണ്ട്, പുതിയതെടുത്ത സോനറ്റ്, അത് ഓടിച്ചപ്പോ അത് ഭയങ്കര സ്മൂത്ത് ആണ്, ഗിയർ കയറുന്നതേ അറിയില്ല. ഞാൻ അതിന് പാഡൽ ഷിഫ്റ്റ് യൂസ് ചെയ്യുമ്പോ തന്നെ ഭയങ്കര അടിപൊളിയാണ്. പാഡലുള്ളതുകൊണ്ട് അടിപൊളിയാണ്. കാരണം അത് ഭയങ്കര ഫണ്ണായി, നമുക്ക് പാഡൽ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് അങ്ങനെ നല്ല രീതിയിൽ സൂപ്പറായിട്ട് ഓടിക്കാം. അപ്പൊ നമ്മൾ അറിയാം അത്. പക്ഷെ ഒരു ഫീലാ നമുക്ക് കിട്ടാ, ഓടിക്കുമ്പോ നമുക്ക് ഭയങ്കര ഫീൽ. പെഡൽ യൂസ് ചെയ്ത് ഓടിക്കാൻ പറയുമ്പോ നൈസ് ഫീലാണ് കിട്ടുക, സ്പോർട്ടി ലുക്ക്. ഒരു ആ ഒരു സാധനം നമുക്ക് കിട്ടും ഭയങ്കര. ഞാൻ സാധാരണ ഓട്ടോമാറ്റിക് ആക്കി, കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഭയങ്കര പവർ ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് അത് അതിന്റേതായ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള കാറാണ്, അതിന്റേതായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ വണ്ടി തരുന്നുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ ഓടിച്ചു, ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ആൾക്കാവും ഇത്ര ഓടിച്ചോളൂ, ഇത്ര പെട്ടെന്ന് ഇതിന്റെ റിവ്യൂ പറഞ്ഞോ അല്ലെങ്കിൽ ഇതിന്റെ ഇത് പറഞ്ഞോ പറയുന്നവർക്ക് അതല്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, കുറച്ചധികം ലോങ് പോയാലാണ് നമുക്ക് ഇതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുള്ളൂ. എന്തോരം നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് പറയണമെങ്കിൽ കുറച്ച് ലോങ് പോകണം, ഒറ്റടി പറയാൻ പറ്റില്ല. എന്നാലും പക്ഷെ എനിക്ക് ഇത്ര ഒരു ഓടിച്ചാലും ആ ഒരു ഓട്ടോയ്ക്ക് എനിക്ക് മനസ്സിലായി ഇതൊന്ന് നമുക്ക് അവര് പറഞ്ഞ പോലെ ഒന്ന് പ്ലാൻ ചെയ്തെടുത്ത് ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഒരു ഇതിൽ പിടിച്ചു പോകണമെങ്കിൽ ഓക്കെയാണ്. പിന്നെ വണ്ടി ഇതാണ്, എല്ലാം ചിന്തിക്കണമല്ലോ, എല്ലാ രീതിയിലും ചിന്തിക്കണമല്ലോ. വണ്ടി ഫാമിലി ഒരു അങ്ങനത്തെ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്, അപ്പൊ അതിന്റേതായതുണ്ട്, അത് നമ്മൾ ചിന്തിക്കണം. അല്ലാണ്ട് പവറിൽ ഇതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് പിടിച്ച് ഇതൊന്ന് നോക്കി പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അത് മാനുവലി കിട്ടും. ഇപ്പോ ഫസ്റ്റ് ഗിയർ ആണ്, സെക്കൻഡായി, തേർഡായി, ഫോർത്തായി. കുഴപ്പമില്ല. ഇങ്ങനെ ഓടിക്കുമ്പോ നമുക്ക് ഒരു മേലുടെ ഫീല് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പൊ ലോങ് പോവാണെങ്കിൽ നമുക്ക് കുറെ നേരം ഓട്ടോമാറ്റിക് ഓടിച്ചിട്ട് നമ്മൾ ഷോക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇത് തോന്നണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്ത് മാനുവലിലേക്ക് മാറ്റാമല്ലോ. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഓട്ടോമാറ്റിക്കലി തന്നെ നമുക്ക് ഗിയർ ഡൗൺ ആവുന്നതൊക്കെ ഓട്ടോമാറ്റിക് ആവുണ്ടല്ലോ. ഇപ്പൊ സെക്കൻഡിലേക്ക് നമുക്ക് തേടിക്കിട്ടു.
പിന്നെ ഇത് കറക്റ്റ് നമുക്ക് മാനുവൽ പോണ പോലെ കറക്റ്റ് ഫീലും കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗിയർ മാനുവൽ ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പം ചിലവരിങ്ങനെ പറയുന്നുണ്ട് അത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി തന്നെ കേറിപ്പോ, മാനുവൽ ഇട്ടാലും ഓട്ടോമാറ്റിക്കലി തന്നെ കേറിപ്പോ. അങ്ങനെയില്ല, നമ്മള് ആ ഒരു ആദ്യം എത്തി കഴിഞ്ഞാൽ മാറ്റിയേ പറ്റും. അങ്ങനെ വണ്ടി തന്നെ മാറ്റില്ല. ഞങ്ങളത് ഇങ്ങനെ റൂമേഴ്സ് കേട്ട് അതങ്ങനെയൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി മാറാതെ മാനുവൽ ഇട്ടാലും ഓട്ടോമാറ്റിക്കലി മാറും. കുറയും, പക്ഷെ കൂട്ടുന്നത് നമ്മൾ തന്നെ കൂട്ടണം. കുഴപ്പമില്ല. എനിക്കിപ്പോ ഓടിച്ചാല് ഇതൊക്കെയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഒറ്റയടിക്കെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞല്ലോ. ഇതൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ പിന്നെ വേറെ പിന്നെ നമുക്ക് ഇന്ത്യയിൽ പറയാനായിട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ തന്നെയല്ലോ പറയാൻ. ഇന്ത്യയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രണ്ടിൽ അതൊക്കെ കുഴപ്പമില്ല. ഒരു ഫാമിലി ഓറിയന്റഡ് പക്കാ വണ്ടി. ഇതൊക്കെയാണ് കാര്യങ്ങള്. അത്യാവശ്യം ലെങ്ത് ആയതിന്റെ വീഡിയോ, കാരണം നമുക്ക് എത്ര കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ള കാരണമാണ് ചില വീഡിയോസ് ഒക്കെ ലെങ്ത് കൂടി പോകുന്നത്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എക്സ്പീരിയൻസ് ഫുള്ള് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് യൂസറിന്റെ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള്. നമ്മള് മാക്സിമം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് കാറുകളായിട്ട് നമ്മൾ വീണ്ടും വീഡിയോയിൽ വരണതാണ്.